കോഴിക്കോട്ടെ റാഗിംഗ് ആണ് നേരത്തെ അനഘ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്ത് കാര്യവട്ടം ഗവൺമെൻറ് കോളേജിൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തൽ. ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് ആണ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും പരാതി നൽകിയത്. തുടർന്ന് അന്വേഷണം നടത്തിയ ആൻറ്റി റാഗിംഗ് കമ്മിറ്റിയാണ് റാഗിംഗ് നടന്നതായി സ്ഥിരീകരിച്ചത്. 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളായ 7 പേർക്കെതിരെയാണ് പരാതി. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, കാര്യവട്ടത്തും വളരെ ക്രൂരമായ രീതിയിലാണ് റാഗിംഗ് നടന്നിരിക്കുന്നത്. പരാതി കൊടുത്തിട്ടുണ്ട്. പരാതിയിന്മേൽ പോലീസിൻ്റെ ആക്ഷൻ നടപടി ഉണ്ടായിട്ടുണ്ടോ? പരാതിക്കാരന് എന്താണ് പറയാനുള്ളത്? അനിൽ നമ്പ്യാർ, പൂക്കോട് വെറ്റിനറി കോളേജിൽ സിദ്ധാർത്ഥൻ മരണത്തിന് കീഴടങ്ങി ഇന്ന് 1 വർഷം തികയുന്ന സമയത്ത് തലസ്ഥാനത്ത് നിന്നും വീണ്ടും വരുന്നത് ഇത്തരത്തിലുള്ള ഞെട്ടിക്കുന്ന റാഗിംഗ് വാർത്തകളാണ് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കഴിഞ്ഞ 11-ാം തീയതിയാണ് തിരുവനന്തപുരം കാര്യവട്ടം സർക്കാർ കോളേജിൽ 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികൾ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥിയായ ബിൻസ് ജോസിനെ അതിക്രൂരമായി മർദ്ദിച്ചത് എന്നുള്ള പരാതി ഉയർന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് കഴക്കൂട്ടം പോലീസ് ഈ കേസിൽ അന്വേഷണം ആരംഭിച്ചിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ഈ ആന്റി റാഗിംഗ് കമ്മിറ്റി കൂടി ഇക്കാര്യത്തിൽ വിശദമായ പരിശോധനകൾ നടത്തിയിരുന്നു. CCTV ദൃശ്യങ്ങൾ, ഒപ്പം തന്നെ സാക്ഷിമൊഴി അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചു. അതായത് ബിൻസ് ജോസിന്റെ സുഹൃത്തിനെ തേടിയെത്തിയ സംഘം ബിൻസിനെയും അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഈ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഇന്നലെ രാത്രിയോടെ ഈ വാർത്ത നമ്മൾ സ്ഥിരീകരിച്ച് ഔദ്യോഗികമായി നൽകുകയും ചെയ്തിരുന്നു. ബിൻസ് പ്രതികരിക്കുകയും ചെയ്തിരുന്നു മാധ്യമങ്ങളോട്. ഈ ആന്റി റാഗിംഗ് കമ്മിറ്റികൾ എന്തിനാണ്? ഈ സംഭവം നടന്ന ശേഷം സ്ഥിരീകരിക്കാനാണോ, നടന്നുവെന്ന് സ്ഥിരീകരിക്കാനാണോ, അതോ ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടാകുന്നില്ലെന്ന് ഉറപ്പുവരുത്താനാണോ? കൃഷ്ണരാജ്, ഇതിൽ ഈ ആൻറ്റി റാഗിംഗ് കമ്മിറ്റി മാത്രമല്ല, എല്ലാ ഹോസ്റ്റലുകളിലും വാർഡൻ വേണമെന്ന് നിർബന്ധമാണത്. ഈ വാർഡൻ്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ രാത്രി അരങ്ങേറുന്ന ഈ ക്രൂരതകൾ ഒഴിവാക്കാം. ഇപ്പോൾ ഞാൻ കാര്യവട്ടം ക്യാമ്പസിലാണ് പഠിച്ചത്. കാര്യവട്ടം കോളേജല്ല, കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുന്നത് കേരള സർവകലാശാലയുടെ കാര്യവട്ടം ക്യാമ്പസ്. അവിടെയായിരുന്നു ജേർണലിസം ചെയ്തത്. ഞാൻ ഹോസ്റ്റലിലാണ് താമസിച്ചത്. റാഗിങ്ങിന് വിധേയമായിട്ടുള്ളൊരു വ്യക്തിയാണ്. അന്ന് ഈ ഫിസിക്കൽ ഹറാസ്മെൻ്റ് അല്ല, നമ്മളൊക്കെ മെസ്സിൽ പോയി ഭക്ഷണം കഴിച്ച് തിരികെ വരുമ്പോൾ ഈ ഏറ്റവും വേസ്റ്റ് വെള്ളം ഉണ്ടല്ലോ, അത് നമ്മുടെ തലയിൽ ഒഴിക്കുക, പിന്നെ റൂമിൽ മുട്ടി വിളിക്കുക, റൂം തുറക്കുമ്പോഴേക്ക് വെള്ളം ഒഴിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ഈ ഏണി വരച്ചിട്ട് അതിൽ കയറാൻ പറയും. അങ്ങനെയുള്ള നടക്കാൻ പറയും. തെറിവിളിയാണ്, തെറി അഭിഷേകം നടത്തും. പലപ്പോഴും നമ്മളെ ടച്ച് ചെയ്യാറില്ല, ഉന്തും തള്ളൊക്കെ നടക്കാറുണ്ട്. പക്ഷേ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള മർദ്ദനം അതൊന്നും ഉണ്ടായിട്ടില്ല. പാട്ട് പഠിപ്പിക്കുക, പക്ഷേ അതെ, അതൊക്കെ വാർഡൻ ഇല്ലാത്ത സമയത്താണ് ഇതെല്ലാം അരങ്ങേറിക്കൊണ്ടിരുന്നത്. വാർഡൻ രാത്രികാലങ്ങളിൽ ഒരു ഹോസ്റ്റലിലുണ്ടെങ്കിൽ, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടെങ്കിൽ പലപ്പോഴും ഇത് ചെയ്യാൻ മടിക്കും, അറക്കും. അപ്പോൾ വാർഡൻ്റെ സാന്നിധ്യം ഉറപ്പാക്കുക മാത്രമല്ല, ഈ ഹോസ്റ്റലുകളിൽ, ക്യാമ്പസുകളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് പരിശോധനയ്ക്ക് വിധേയമാക്കണം. അവിടെയാണ് ആൻറ്റി റാഗിംഗ് സെല്ലിൻ്റെ പ്രാധാന്യം, അല്ലേ? അങ്ങനെ ഒരു പരിശോധന നടക്കുന്നില്ല എന്ന് കാണുമ്പോഴാണ് ഇവരൊക്കെ എന്ന് വിളിക്കുന്ന കാലമാണ്. അതെ അതെ, പക്ഷേ കൃത്യമായ ഇടപെടലുകൾ വേണം. അല്ല, പക്ഷേ ചില ഹോസ്റ്റലുകളിൽ സംഭവിക്കുന്നത് എന്താ, ഈ വാർഡൻ കൂടി ഇവരുടെ മദ്യപാനത്തിൽ പങ്കാളിയാവുന്നു എന്നുള്ളതാണ്. വാർഡനെ അതെ, വളച്ചെടുക്കുന്നു. അപ്പം പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വേല് തന്നെ വിളവ് എന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു.